മൗനമായ രോഗമുള്ള ഇടത്തെല്ലാം കർത്താവിൻ്റെ നാമത്തിലെ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവേ, പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ഇടത്തിൽ നിന്നുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിനായിട്ടാണ് ഞങ്ങൾ അങ്ങയോട് കൂടുതൽ കൂടുതൽ വസ്തുനിഷ്ഠമായ അടയാളങ്ങൾ അപേക്ഷിക്കുന്നത്. കർത്താവേ, ഇപ്പോൾ ലോകം മുഴുവനും ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ട് തങ്ങളുടെ രോഗങ്ങളുടെ മേൽ കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അനേകം മക്കളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഉദരരോഗികളെയും ഗർഭാശയ രോഗികളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ശ്വാസകോശ രോഗികളെയും ഹൃദയ രോഗികളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കരൾ രോഗികളെയും പതിരയുടെ രോഗമുള്ളവരെയും അങ്ങയുടെ തിരുസന്നിധി സമർപ്പിക്കുന്നു. പ്ലീഹൈഡ് രോഗമുള്ളവരെ അങ്ങയുടെ തിരുസന്നിധി സമർപ്പിക്കുന്ന കർത്താവേ, ആ രോഗങ്ങളെല്ലാം രോഗാതുരമായ എല്ലാ അവയവങ്ങളിലും കർത്താവേ നീ കരുണയോടെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗികളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിപ്പിണർ പോലെ കർത്താവെ, വൈദ്യുതാഘാതം പോലെ ദൈവികമായ ശക്തി കർത്താവെ അവിടെ രോഗാതുരമായ സ്ഥലങ്ങളെല്ലാം കർത്താവെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് 35 വർഷം അർപ്പിച്ച കൃപാനയുടെ ശക്തിയാൽ കൃപാസനം അൾത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ കർത്താവ് ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവ് വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ, അസ്ഥി രോഗങ്ങൾ, അതുപോലെ പേശി രോഗങ്ങൾ, അതുപോലെ വാതരോഗങ്ങൾ, അതുപോലെ ഞരമ്പ് രോഗങ്ങൾ കർത്താവെ, വ്യത്യസ്തമായ വെയിൻസിന് വിഷമം അനുഭവിക്കുന്നവർ, അത് ദ്രവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നവർ, വിട്ടുപോയവർ കർത്താവെ, അതിനുപോലെ സ്ട്രോക്ക് അനുഭവിക്കുന്നവർ കർത്താവ്, അത്ഭുതകരമായ തലച്ചോറിലെ വിട്ടുപോയ ഞരമ്പുകളെ കർത്താവെ അങ്ങ് യോജിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വല്ലാതെ പ്രാകൃതകോലമായ വ്യത്യസ്തങ്ങളായ രോഗങ്ങളാൽ പ്രാകൃതകോലം തിരിച്ചറിയാൻ പാടില്ലാത്ത അവസ്ഥയായിപ്പോയവരെ വിശുദ്ധമായ രക്തത്താൽ ഇപ്പോൾ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നടുവെല്ലുകളെ സ്പർശിച്ച് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കശേരികൾ അകന്നു പോയവർ, പൊടിഞ്ഞു പോയവർ കർത്താവെ, ഡിസ്ലൊക്കേറ്റ് ആയവർ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അരിശസ് രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആൾസർ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. PCOD രോഗികളെ, പിസ്റ്റുല രോഗികളെ കർത്താവ്, ശരീരത്തിലെ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ മുഴകളുള്ളവരെ, സിസ്റ്റുകളുള്ളവരെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തൈറോയിഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ, ശ്വാസകോശ രോഗികളെ, തൊണ്ട രോഗികൾ, സംസാരിക്കാൻ പറ്റാത്തവരെ, സംസാരിക്കാൻ സ്വരം കിട്ടാത്തവരെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാവിന് രുചി നഷ്ടപ്പെട്ടവരെ, നാവിന് ക്യാൻസർ ഉള്ളവർ, തൊണ്ടയിൽ പഴുക്കുന്നവർ കർത്താവെ അങ്ങയുടെ തിരുസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവെ, തിരുമുറുവാറുന്ന വലത്ത് കരത്താൽ മക്കളെ സ്പർശിക്കണേ. മുട്ടിക്കൊഴിഞ്ഞു പോകുന്നവർ കർത്താവെ സ്പർശിക്കണേ. തളർന്നു പോകുന്നവർ, നടക്കുമ്പോൾ കിതക്കുന്നവർ, ഉറക്കമില്ലാത്തവർ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ കർത്താവെ അങ്ങ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഇരിക്കാൻ പാടില്ലാത്തവർ കർത്താവെ, തിരിഞ്ഞ് കിടക്കാൻ പാടില്ലാത്ത കർത്താവെ, വ്യത്യസ്തങ്ങളായ രീതികളിൽ കർത്താവെ വേദന അനുഭവിച്ച് കർത്താവെ ജന്മത്തെ പോലും പ്രാഗിക്കൊണ്ട് ജീവിക്കുന്നവരെ കർത്താവെ അങ്ങയുടെ തിരുമുറവൻ അടിപ്പെടാതെ കർത്താവെ അങ്ങയുടെ വിശുദ്ധമ വലത് കർത്താൽ ഇപ്പോൾ സ്പർശിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചിന്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ മാർഗരോഗങ്ങളെ യേശു നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. ഒരുമിച്ച് പാടാം. യേശുവിൻ
മാധുര്യമേ ഹൃദയമേ നിൻ മുമ്പിലാദരവോടെ നിൽപ്പൂ. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കൃപാസനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ ഫോൺ കോളുകൾ കേൾക്കുമ്പോഴും ഞങ്ങൾക്ക് വലിയ സങ്കടമാണ്. ഞങ്ങളെല്ലാ ദിവസവും വരുന്ന ഫോൺ കോളുകളെ വൈകുന്നേരമാകുമ്പോൾ അത് മുഴുവനും ഫോൺ വരുന്ന സമയത്ത് തന്നെ എഴുതിയിട്ട് വൈകുന്നേരമാകുമ്പോൾ ഞങ്ങൾ പ്രത്യേകം അതിന് ജപമാല ചൊല്ലി ആരാധന നടത്തി അന്നേപ്പം എന്ന് പറഞ്ഞ വലിയ ശുശ്രൂഷ കൃപാസനത്തിൽ വൈകുന്നേരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ വരുന്ന എല്ലാ അപേക്ഷകളും കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളുരുകി പോകും. കാര്യം എല്ലാവരും പറയും, അച്ഛാ ഇപ്പോഴ് അല്ലെങ്കിൽ ബ്രദറെ കോവിഡ് ആയതുകൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ കടക്കാർ ഞങ്ങളെ കൊത്തി വലിച്ച് ഞങ്ങൾക്ക് ആക്ക കൊത്തണ പോലെ. അവരെല്ലാം ഞങ്ങൾ ഈ സമയത്ത് അൾത്താരയിൽ ഓർക്കുകയാണ്. ഇപ്പോഴ് അങ്ങനെ ആരുമില്ലാതെ ഒരു ആൾക്കാരുണ്ട്, നോബഡി ടു സപ്പോർട്ട്. ഇനി സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെങ്കിലും അവലംബിക്കാൻ ആളില്ലാത്തവരുണ്ട്. തക്ക സമയത്ത് തക്ക ഇടത്തിൽ സഹായിക്കാൻ ആളില്ലാത്തവർ. അപ്പം ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും കുറേ വിഷമം അനുഭവിക്കുന്നവരുണ്ട്. ജോലി കാര്യങ്ങളാണ് അച്ഛനെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പഠന കാര്യങ്ങൾ, അല്ലെങ്കിൽ പരീക്ഷ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭവന നിർമ്മാണത്തിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ സപ്പോർട്ടീവ് ഇല്ലാത്തവർ റെക്കമെൻഡ് ചെയ്യാൻ ബാങ്കിലായാലും യൂണിവേഴ്സിറ്റിയിലായാലും ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിലായാലും എംബസിലായാലും എവിടെയായാലും നോബഡി ടു സപ്പോർട്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്തവർ വലിയ ഭാഗ്യമുള്ളവരാണ്. പക്ഷെ അത് മനസ്സിലാക്കണവർ, നിങ്ങൾ വലിയ ഭാഗ്യമുള്ളവരാണെന്ന് മനസ്സിലാക്കണം. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ദൈവവചനം മൊത്തം പരിശോധിക്കുമ്പോൾ ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്തവരെ കർത്താവാണ് സപ്പോർട്ട് ചെയ്യണമെന്ന് മനസ്സിലാക്കണം. അഥവാ കർത്താവിൻ്റെ പിന്തുണ പ്രോത്സാഹനം അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാൻ ഒരു പക്ഷേ ആരാലും സപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരവസ്ഥയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നാൽ അതിൻ്റെ അർത്ഥം കർത്താവിന് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതെല്ലാം സങ്കീർത്തകൻ്റെ അനുഭവങ്ങളാണ്. എൻ്റെ സഹായം ആരുടെയും നാമത്തിലല്ല, കർത്താവിൻ്റെയും നാമത്തിലെന്നും. ഞാൻ ആരിലും ആശ്രയിക്കത്തില്ല, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കത്തില്ല, രക്ഷ നൽകാൻ കഴിയാത്ത മനുഷ്യരിലെ അഭയം പ്രാപിക്കത്തില്ല. ഞാൻ എൻ്റെ കർത്താവിൽ മാത്രം ആശ്രയിക്കും. അപ്പം അങ്ങനെ ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്ത വിഷമിക്കരുത്. വിഷമിക്കുകയല്ല വേണ്ട, അവർ സന്തോഷിക്കുകയാണ് വേണ്ടത്. എന്താ കാര്യം? എൻ്റെ കാര്യം കർത്താവ് തീരുമാനിച്ചിരിക്കുന്നു. എത്ര സാക്ഷ്യങ്ങളാണെന്നറിയാവോ നമുക്ക് വരണത്? നമ്മൾ ഞെട്ടിപ്പോകും. കാര്യം ഈശോ തന്നെ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ തന്നെ ആ വിഷയത്തിന് ദൈവം തീരുമാനം ഉണ്ടാക്കും. നീ ഉടമ്പടി ചെയ്തിരിക്കുന്ന എല്ലാ വിഷയങ്ങളും അങ്ങനെയാണ്. അപ്പം നീ ആരെയും ആവശ്യമില്ലാത്ത ഒരു പരിധി കഴിഞ്ഞ് നിനക്ക് ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരെ അമിതമായി ആശ്രയിക്കരുത്. അമിതാശ്രയങ്ങൾ എപ്പോഴും നമുക്ക് ആത്മീയ അശ്വിനിപാതങ്ങളുണ്ടാക്കും. മറിച്ച് കർത്താവിൽ മാത്രം ആശ്രയിക്കണം. ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ജോലിയില്ലാത്തവരുണ്ട്, ജോലി നഷ്ടപ്പെട്ട് നിൽക്കുന്നവരുണ്ട്, കുടുംബത്തിൽ ആർക്കുമേ ജോലിയില്ലാത്തവരുണ്ട്. പിന്നെ ഒരാളിൻ്റെ ജോലി കൊണ്ട് പ്രായമായവരുടെ മരുന്നും കുഞ്ഞുങ്ങളുടെ പഠനവും കുടുംബത്തിൻ്റെ ചിലവുകളും നടത്തിക്കൊണ്ട് പോകുന്നവരുണ്ട്. ഇങ്ങനെ അറ്റപ്പറ്റ് ജീവിച്ചു പോകുന്നവർ, ലിവിങ് ഓൺ ദി എഡ്ജിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് വിളിമ്പിൽ ജീവിച്ച് തൊട്ടാൽ ഒരു കാറ്റ് വന്നാൽ മറിഞ്ഞ് പടച്ച് താഴെ വീട് ചത്തുപോകും. അങ്ങനെയുള്ള ഡേഞ്ചർ സോണിൽ ജീവിക്കുന്നവരുണ്ട്. അവരെല്ലാവരെയാണ് ഞങ്ങളിപ്പോൾ ഓർക്കുന്നത്. വളരെ സ്നേഹത്തോടെ ഓർക്കുകയാണ്.
അതായത് വെറുതെ ഇങ്ങനെ പ്രാർത്ഥനയല്ലേ എന്നാൽ ഓർത്ത് കളയാമെന്ന് വിചാരിച്ചുകൊണ്ടുള്ള ഒരു ഓർക്കുകയല്ല. കൃപാസനം അൾത്താറയിൽ ആശ്രയം വെച്ചിട്ടുള്ള, അവലംബം വെച്ചിട്ടുള്ള ഒരു മനുഷ്യൻ പോലെ ലജ്ജിക്കാൻ ഇടയാക്കരുതെന്ന് കർത്താവിൻ്റെ തിരുസന്നിധി കേണപേക്ഷിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗമിൽ കർത്താവ് ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മിണ്ടാട്ടം ഇല്ലാത്തത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ പരിഭ്രമം കൊള്ളുന്നവരെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തർ അവരവരുടെ വഴികളിൽ പോയി തന്താങ്ങളുടെ വഴികളിലേക്ക് ചിതറിപ്പോകുന്ന കുടുംബങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോഴേ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർ, ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്നവർ, നടക്കാൻ പോകുന്നവർ, ടെസ്റ്റ് എഴുതിയവർ, ഫലം പ്രതീക്ഷിക്കുന്നവർ, പരീക്ഷ എഴുതിയവർ, എഴുതാൻ പോകുന്നവർ, അതിൻ്റെ ഫലം പ്രതീക്ഷിക്കുന്നവർ, കർത്താവെ എല്ലാ മേഖലകളിലും കർത്താവ് ഇപ്പോൾ സ്പർശിക്കണമേ. കർത്താവിൻ്റെ ശക്തി അതിലേക്ക് ആവസിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഈ നിമിഷം മക്കളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ ചൊരിയട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, യേശുവേ ആരാധന. ശാന്തിയും ഈ സമൂഹത്തിൽ ചൊരിഞ്ഞിടേണം. നിൻ സമാധാനം ശാന്തിയും ഈ സമൂഹത്തിൽ ചൊരിഞ്ഞിടേണം. നിങ്ങളിലാരും നേർവഴി വിട്ടെന്നും ഇടയാക്കിടല്ലേ. ഞങ്ങളിലാരും നേർവഴി വിട്ടെന്നും ഇടയാക്കിടല്ലേ. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ, നിൻ മുൻപിലാദരവോടെ നിൽപ്പൂ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമക്കളെ, ഇരിക്കുക. വളരെ ശാന്തമായിട്ട് കർത്താവിൻ്റെ ദിവ്യകൃപാനയിൽ നിന്നുള്ള വലിയ ശക്തി നിങ്ങളിലേക്ക് കടന്നു വരുന്നുവെന്നുള്ള ജാഗ്രത വേണം. അല്ലാതെ ഫോണും വെച്ചുകൊണ്ട് കണ്ടുവച്ചും പിന്നീട് അവർ വീട്ടിൽ ഓരോരുത്തർ കയറി വരും, അവരോട് സംസാരിക്കും, ഇവരോട് സംസാരിക്കും, പിന്നെ ഫോണിട്ട് നോക്കും. അങ്ങനെ ദൈവത്തെ ആക്ഷേപിക്കുന്ന പരിപാടി, ആരാധനയെ ആക്ഷേപിക്കുന്ന പരിപാടി ചെയ്യരുത്. കൃത്യമായിട്ട് ഈ ആരാധനയിലൂടെ കർത്താവ് എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ്. നിനക്ക് വിശ്വാസം കുറവാണെങ്കിലും ഇത് കൂടണ ഒരു സമയമാണ്. കർത്താവ് നിന്നെ സന്ധിക്കാൻ പോകുന്ന സമയമാണ്. നിൻ്റെ കണ്ണിനെ കർത്താവിന് സമർപ്പിക്കുക, നിൻ്റെ കാതുകളെ കർത്താവിന് സമർപ്പിക്കുക. കർത്താവെ, ഇപ്പോഴീ നിമിഷം കർത്താവെ, വചനങ്ങളാൽ ഞങ്ങളെല്ലാവരെയും അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തോട് ജനങ്ങൾക്ക് കൊതി തോന്നണമേ കർത്താവെ. വചനത്തോട് ജനങ്ങളോട് സംസാരിക്കണമേ കർത്താവെ. ഈശോ, വിശ്വാസം കുറഞ്ഞു പോയവരെ കർത്താവ്, അവരെല്ലാം കർത്താവെ അങ്ങ് ഇപ്പോൾ സ്പർശിക്കണമേ. പ്രാർത്ഥന എരിവില്ലാത്തവർ കർത്താവെ, അവരെ ഇപ്പോൾ സ്പർശിക്കണേ പ്രാർത്ഥന. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ, ദൈവശക്തിയായി ഞാൻ മക്കളെ ആശീർവദിക്കുന്ന ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ, ഒരുമിച്ച് പാടുക. സന്തോഷത്തോടെ നിൽപ്പൂ. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ, നിൻ മുൻപിലാദരവോടെ നിൽപ്പൂ. ഈ സമൂഹത്തിൻ്റെ ദൈവവും കർത്താവും നീയാണെന്നേറ്റു ചൊല്ലുന്നു. ഈ കുടുംബത്തിൻ്റെ ദൈവവും കർത്താവും നീയാണെന്നേറ്റു ചൊല്ലുന്നു. കുടുംബത്തിൻ്റെ വെളിച്ചമാണ്. ഈ കുടുംബത്തിൻ്റെ ദൈവവും കർത്താവും നീയാണെന്നേറ്റു ചൊല്ലുന്നു ഞങ്ങൾ. വലിയൊരു പാട്ടാണ്, ശരിക്കും വലിയൊരു ഗാനമാണ്.
അതായത് നമ്മൾ ആരാധന കൂടുമ്പോൾ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് കർത്താവിനെ കണ്ട് ആരാധിച്ചവൻ്റെ പുനരുത്ഥാന സാക്ഷ്യ തിരുനാളായിരുന്നു. തോമസ് അപ്പോസ്തലൻ്റെ രക്തസാക്ഷ്യത്തിലൂടെ നമ്മൾ ദുഃഖാന തിരുനാളിനെ ആഘോഷിച്ചത്. അത് കേൾക്കുമ്പോൾ ഈ കുടുംബത്തിൻ്റെ ദൈവവും കർത്താവും, അത് നിങ്ങൾ പരിശുദ്ധാത്മാവിലാണത് പറയണമെങ്കിൽ തല കറങ്ങിപ്പോകും. അത്രക്ക് വലിയൊരു പ്രഖ്യാപനമാണത്. ആദിമസഭയുടെ ഫീലിംഗാണ്. ദ ഫീലിംഗ് ഓഫ് ദി പ്രിമിറ്റീവ് ചേർച്ച്. ആദിമസഭയുടെ ഫീലിംഗാണ്. എന്താണ്? യേശു ആരാണെന്ന്. കാലങ്ങളിലൂടെ പല കൊതറന്മാരും പലതും യേശുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ബേസിക് ജീസസ് ഹുയിസ് ആരാണ്? അവൻ ദൈവമാണ്. പിന്നെ ആരാണവൻ? അവൻ കർത്താവാണ്. ഒരേ സമയം തന്നെ എൻ്റെ ദൈവത്തെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നിൻ്റെ ദൈവവും നിൻ്റെ കർത്താവും. അതാണ് നമ്മൾ ഈ 16-ാം അധ്യായമില്ലേ, 31-ാമത്തെ വാക്യത്തിലേക്ക് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നടപടി പുസ്തകത്തിന്റെ 16:31. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ദൈവവും നാഥനുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിന്റെ നാഥനാണെന്ന്, ഞങ്ങളുടെ ജീവിതത്തിന്റെ കർത്താവാണ് വിശ്വസിക്കുന്ന വചനത്തിന്റെ അഭിഷേകം നൽകണമേ, ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ആരാധന തോമസ് വിളിച്ചതുപോലെ കർത്താവേ, എന്റെ ദൈവമേ, ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. കർത്താവും ചൊല്ലുന്നു ഞങ്ങൾ, ഈ കുടുംബത്തിൻ്റെ ദൈവവും കർത്താവും നീയാണെന്നേറ്റു ചൊല്ലുന്നു ഞങ്ങൾ. ആ തടവറയിലെ അത്ഭുതമില്ലേ? തടവറയിലെ അത്ഭുതം. തടവറയിലെ പൗലോസും ശീലാസും ചങ്ങലകൊട്ടി പാടുന്നൊരു രാത്രിയില്ലേ? ഈ തടവറയിലാണല്ലോ നമ്മളിപ്പോഴെല്ലാവരും തന്നെ. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗം എന്താ? അത് തോമസ് അപ്പോസ്തലൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസ പ്രഖ്യാപനമാണ്. തടവറയിലുള്ളവരെല്ലാവരും, കർത്താവും പറഞ്ഞിട്ടുണ്ട്, തടവറയിലുള്ളവരെല്ലാവരും അവൻ്റെ സ്വരം കേൾക്കുമെന്ന്. തടവറയിലുള്ളവരെല്ലാവരും അവൻ്റെ സ്വരം കേൾക്കും. ആരുടെ സ്വരമാണ് കേൾക്കുന്നത്? ദൈവത്തിൻ്റെ സ്വരം, കർത്താവിൻ്റെ സ്വരം. നിങ്ങൾ ഏതെങ്കിലും തടവറയിലാണോ? ഇപ്പോഴേ കള്ളത്തരത്തിൽ പോസ്കോ കേസിൽ എന്തുമാത്രം ആൾക്കാരാണ് ഓരോരുത്തരെ അമ്മായിയപ്പന്മാരെപ്പോലും മരുമക്കൾ പോസ്കോ കേസിൽ ഉൾപ്പെടുന്നതെന്ന് പറയുമ്പോൾ ആ മരുമക്കളുടെയൊക്കെ മാനസികാവസ്ഥ എന്തായിരിക്കും? ആ പാവപ്പെട്ട മനുഷ്യൻ ചെയ്യാത്ത തെറ്റാണ്. അപ്പോൾ അകപ്പെടുത്താൻ തീരുമാനിക്കുമ്പോൾ തിന്മയുടെ ശക്തികൾ, നമ്മൾ പറയും പിശാചുക്കളില്ല എന്നൊക്കെ ചില ആൾക്കാർ സ്റ്റൈലടിക്കും. പിശാചുക്കളല്ലേ ഉള്ളൂ, ഇതൊക്കെ പിന്നെ പിശാചുക്കളല്ലേ? അത് ഒരു മനുഷ്യനെ തകർക്കണമെന്ന് കരുതിക്കൊണ്ട് അവൻ്റെ ജീവിതം വരുമാനം മുട്ടിക്കുക, അല്ലെങ്കിൽ അവനെ ആക്ഷേപിക്കുക, സമൂഹത്തിൽ അപമാനിക്കുക, അവൻ്റെ ഭാവി തകർക്കുക, അങ്ങനെ ചെറുതും വലുതുമായ എല്ലാ തിന്മകളും. ഇപ്പോൾ കിങ് കോബ്ര രാജവെമ്പാല കടിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ തിരുവനന്തപുരത്തെ കാഴ്ച ബംഗ്ലാവിലെ ഒരു കീപ്പർ വാച്ച്മാൻ മരിച്ചു. ഇപ്പം പറയണത് എന്താ? 4 പേരാണ് ഇന്ത്യയിൽ ആകപ്പാടെ മരിച്ചിരിക്കണമെന്ന് ഈ പാമ്പ് കടിച്ചിട്ട്. കടിച്ചവർ പിന്നെ രക്ഷപ്പെടുത്തില്ല. ചില ഡോക്ടർമാരൊക്കെ എഴുതിയിട്ടുണ്ട് കുതിരയുടെ വിഷം എടുത്തിട്ടാണ്, കുതിരയുടെ ഈ നിന്നെടുക്കുന്ന എൻസൈം കൊണ്ടാണ് ഇതിനെ സുഖപ്പെടുത്തുന്ന തായ്ലൻഡിലെ മരുന്നുള്ളതെന്നൊക്കെ പറയും. തായ്ലൻഡിലെങ്കിലും മരുന്നുണ്ടല്ല. ചില പെണ്ണുങ്ങളും ചില ആണുങ്ങളും കടിച്ചാൽ ഈ ലോകത്ത് മരുന്ന് കിട്ടത്തില്ല.
ഇതിന് ഈ രാജവെമ്പാല കടിച്ച തായ്ലൻഡിൽ മരുന്നുണ്ടെന്നാണ് ഇത് പാമ്പ് പിടുത്തക്കാരൊക്കെ പറയണത്. പക്ഷെ ചിലർ മനുഷ്യർ കടിച്ചിട്ടേ ഈ ലോകത്ത് ഓരോരുത്തും മരുന്നില്ല. കാര്യം എന്ത് മരുന്ന്? പോസ്കോ കേസിൽ അമ്മായിപ്പനും മരുമകൾ പെടുത്തിയിരിക്കുകയാണ്. ഈ മരുമകളൊരു രാജവെമ്പാലയാണ്. ഈ ആൾ ഇതുപോലെയുള്ള മനുഷ്യനെ നശിപ്പിക്കണം, ഒറ്റക്കടിക്ക് കൊല്ലണം കുടുംബത്തെ എന്ന് വിചാരിച്ചുകൊണ്ട് വരുമാനം മുട്ടിക്കുന്നവർ അല്ലെങ്കിൽ അവരുടെ ഭാവിയെ തടസ്സപ്പെടുത്തുന്നവർ, ഇതിലെ കൂടി റോഡ് പോയാൽ അവന്മാർ ഫാക്ടറി തുടങ്ങും, അതുകൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്യും, സ്ഥലം കൊടുക്കത്തില്ല, മനഃപൂർവ്വം കൊടുക്കത്തില്ല. ആകപ്പാട് 3 അടി സ്ഥലമാണ് ആ റോഡിൻ്റെ അകത്ത് ഇവിടെ കസ്റ്റഡിയിലുള്ളത്, 3 അടിയേ ഉള്ളൂ, അതങ്ങനെ തടഞ്ഞു വെച്ചിക്കും. ഇതിനേക്കാൾ നല്ല രാജവെമ്പാലയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ ഇപ്പോഴെന്നാ സംഭവിക്കണമെന്നറിയാവോ? നമ്മളുടെ ദൈവത്തിന് വിശ്വാസമുണ്ട്. എന്തിനാണ് വിശ്വാസം? നമ്മളുടെ കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയായിട്ട് മാത്രം ദൈവത്തെ വെക്കുന്നു. ദൈവത്തിൻ്റെ വചനങ്ങളോട് അത് കഠിനമാണ്. അതാണ് സംഭവം. നമ്മളുടെ കാര്യങ്ങൾ നടന്നു കിട്ടാനുള്ള ഉപാധിയായിട്ട് ദൈവത്തിനെ വെക്കുന്നു. ദൈവത്തിൻ്റെ പ്രാർത്ഥനയെല്ലാം കൂടുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കാൻ അത് കഠിനമാണ്. ഒരു പക്ഷേ എക്കാലങ്ങളെക്കാളും ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് തടവറയുടെ അത്ഭുതത്തെക്കുറിച്ചാണ്. ഞാൻ വചനം എടുത്തതിന് ശേഷം നമുക്ക് അങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റുമെന്ന് പരിശുദ്ധാത്മാവിന് ഞാൻ പ്രത്യാശിക്കുകയാണ്. നമ്മുടെ പുസ്തകം 16:30 അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു, പാറാവുകാരൻ ചോദിക്കുക, യജമാനനെ രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? രക്ഷപ്പെടാനേ ഏത് മേഖലയിൽ നിന്നാണെങ്കിലും, ഇപ്പം കടത്തിൽ നിന്നാണെങ്കിലും രോഗത്തിൽ നിന്നാണെങ്കിലും ആത്മീയ തകർച്ചയിൽ നിന്നാണെങ്കിലും ഇതുപോലെ രാജവെമ്പാലയുടെ സുഖം. ചിലർ പറയും എന്നാണെന്നറിയാൻ പാടില്ല, എൻ്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയെന്ന് പറയും. വെറുതെ എന്നാണെന്നറിയാൻ പാടില്ല, ഞാൻ കുഞ്ഞുനാളും പോലെ ഇങ്ങനെയാണ്, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്. ഇല്ല, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നീ ആർക്കും ജാമ്യം എടുക്കേണ്ട കാര്യമില്ല. നീ കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കർത്താവിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? നിൻ്റെ സ്വഭാവം ചിലപ്പോൾ എങ്ങനെയെങ്കിലും ആയിരിക്കും, ചിലപ്പോൾ തന്തപ്പരുടെ സ്വഭാവമായിരിക്കും, ചിലപ്പോൾ തള്ളയുടെ സ്വഭാവമായിരിക്കും. ഇതൊന്നും ദൈവത്തെ അറിയേണ്ട കാര്യമില്ല. കർത്താവ് എന്താ പറഞ്ഞിരിക്കണത്? എന്നിൽ നിന്ന് പഠിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. വി മസ്റ്റ് സ്റ്റഡി ഫ്രം ജീസസ്. വാട്ടർ ബി ദ അവർ ക്യാരക്ടർ ഡസൻ മേക്ക് എനിത്തിങ്. അതിൽ കഥയില്ല. കർത്താവ് പറഞ്ഞു, എന്നെ നിന്ന് പഠിക്കുവിൻ, എൻ്റെ അടുത്ത് വരുവിൻ. ഇപ്പം നമ്മൾ അധ്വാനിക്കുന്നവനെ ഭാരം വഹിക്കുന്നവനെ വചനമാണല്ലോ അല്ലേ? എൻ്റെ അടുത്ത് വരുവിൻ. ഇപ്പം നമ്മൾ 11:28 അത് വായിക്കുന്നുണ്ട്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം, അധ്വാനിക്കുന്നവനെ ഭാരം വഹിക്കുന്നവനെ നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് വരുവിൻ. അപ്പോൾ നമ്മൾ ചോദിക്കും, അധ്വാനിക്കുന്നവൻ മാത്രം വന്നാൽ മതിയോ? ഭാരം വഹിക്കുന്നവൻ മാത്രം വന്നാൽ മതിയോ? അപ്പോൾ ഈശോ പറയും, അല്ല, പിന്നെന്താണ്? പഠിക്കാൻ ആഗ്രഹിക്കുന്നതിന് വരണം. അതാണ് പ്രശ്നം. എന്നിൽ നിന്ന് പഠിക്കുക, അതിൻ്റെ കൂടെയുള്ള വചനമാണേ, അതിൻ്റെ കൂടെയുള്ള വചനമാണ് എന്നിൽ നിന്ന് പഠിക്കുവിൻ. എന്നുവെച്ചാൽ അർത്ഥം എന്താണ്? നമ്മളുടെ ദൈവവുമായ അടുത്ത ബന്ധം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, ഞങ്ങളുടെ കുടുംബത്തോടെ ഇങ്ങനെയാണ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. യു മസ്റ്റ് സ്റ്റഡി ഫ്രം ജീസസ്. എന്താ ഈശോ പറയണത്? എന്നിൽ നിന്ന് പഠിക്കുവിൻ. കാരണം അവനാരാ? അവൻ മനുഷ്യൻ്റെ രക്ഷയുടെ അവസാന വാക്കാണ്. അതുകൊണ്ടാണ് ഈ പറാവുകാരൻ പൗലോസിനോട് ചോദിക്കുമ്പോൾ, what I should do, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോഴെന്താ പറഞ്ഞത്? പൗലോസ് എന്നാ പറഞ്ഞത്? നടപടി പുസ്തകം 16:30-31 അവർ പറഞ്ഞു, പൗലോസ് ശീലാസും കൂടി പറഞ്ഞു, അവർ പറഞ്ഞു, എന്ത് പറഞ്ഞു? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഇതാണ് സംഭവം. യേശു കർത്താവാണെന്ന് വിശ്വസിക്കണം. ഇതാണ് ആദിമസഭയുടെ വിശ്വാസം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക.
ഇതാദ്യം പക്ഷെ പറഞ്ഞത് ആരാണ്? സെൻറ് തോമസാണ് പറഞ്ഞത് യേശു കർത്താവാണെന്ന്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. നമ്മൾ 11:28 വായിക്കുന്നില്ലേ? നടപടി പുസ്തകത്തിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അതായത് യേശുവിനെ തടവറയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉള്ള ഒരു മന്ത്രമാണത്. എന്താണത്? യേശുവിനെ കർത്താവായിട്ട് പ്രഖ്യാപിക്കുക. അതൊരു ശരണപ്പെടലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിനെ കർത്താവായിട്ട് പ്രഖ്യാപിച്ചിട്ട് നമുക്കൊരു കുഴപ്പമില്ല. പല ആൾക്കാരും യേശുവിനെ കർത്താവായിട്ട് തന്നെ പ്രഖ്യാപിക്കും. എന്താണ് അങ്ങനെ പ്രഖ്യാപിക്കുന്നത്? അവർ വേറെ കർത്താക്കന്മാരൊക്കെ വേറെ പ്രഖ്യാപിച്ചിട്ടുണ്ടേ, അതിൻ്റെ കൂടെ ഒരു കർത്താവ് യേശു. അവിടെയാണ് പ്രശ്നം വരുന്നത്. യേശുവിനെ കർത്താവായിട്ട് പ്രഖ്യാപിക്കാതൊന്നും ഇരിക്കണില്ല. എല്ലാ വില്ലന്മാരും വിരുദ്ധന്മാരും യേശുവിനെ കർത്താവായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ ഒരു കുഴപ്പം. എന്താ പ്രശ്നം? കർത്താക്കന്മാരുടെ കൂടെ ഇതിലുണ്ട്. സ്വന്തം അളിയനാണ് മകനെ കാനഡയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച അളിയൻ വരുമ്പോൾ കുർബാനയ്ക്ക് പോകാതെ ഓൺലൈനാണ് കുർബാന, അതൊന്ന് ഓൺ ചെയ്ത് വെക്കാൻ മതി. അത് ഓൺ ചെയ്ത് പോലും വെക്കാതെ അളിയനെ സൽക്കരിക്കാൻ വേണ്ടി വാട്ടിച്ചടിക്കാൻ വേണ്ടി രണ്ടും കൂടി കുപ്പിയും ഗ്ലാസും കൊണ്ടിരിക്കുമ്പോൾ അളിയൻ അവിടെ കർത്താവാകും. അവിടെയാണ് പ്രശ്നം പറ്റുന്നത്. വേറെ പ്രശ്നമില്ല. ഞായറാഴ്ച കുർബാനയാണ് ഓൺലൈനിൽ. വീട്ടിൽ കുർബാന ഉള്ള ഒരു കാലമാണിത്. വീട്ടിൽ കുർബാനയുള്ളൊരു കാലമാണ്. ഇതിനേക്കാളും നശിച്ചൊരു കാലം വരാനില്ല. കാര്യം കുർബാന വന്ന് സ്വന്തം വീട്ടിലായി കഴിയുമ്പോഴേ അതൊരു വിധിയാണ്. എന്താണ്? കർത്താവ് വീട്ടിൽ വന്നിട്ടോ നമ്മൾക്ക് വേറെയാണ് പ്രാധാന്യമെങ്കിൽ അതാണ് കർത്താവ് നമ്മുടെ. മനസ്സിലായില്ലേ? ഇപ്പം കുഞ്ഞുങ്ങളെ എഴുന്നേൽപ്പിച്ച് കുഞ്ഞുങ്ങളെ കളിപ്പിക്കുന്നുണ്ട് ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ്. അപ്പം കുഞ്ഞായി അവിടെ കർത്താവ്. അതാണ് പ്രശ്നം. കുർബാനയുടെ സമയമാണ്. അപ്പം നിങ്ങൾ പറയും അത് ഏതെങ്കിലും കുർബാന, ഹിന്ദുമതം കുർബാന ഓൺലൈനിൽ താത്വികമായിട്ടൊക്കെ സംസാരിക്കും. പക്ഷേ കുർബാന കൂടത്തില്ലെന്ന് നോക്കാൻ സത്യം നിങ്ങൾക്കും ദൈവത്തിനും അറിയാം. ചുമ്മാ ആളെ പറ്റിക്കാൻ വേണ്ടി മനുഷ്യരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കുറേ ഡയലോഗ് അച്ഛനതാണ്. ഒരു കഥയുമില്ല. നിങ്ങൾ ആ ഞായറാഴ്ച കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൊച്ചാണ് അവിടെ കർത്താവായിട്ട് വരുന്നത്. കർത്താക്കന്മാരെ തിരിച്ചറിയണം. യേശു കർത്താവാണെന്ന് പറഞ്ഞൊരു കാര്യമില്ല. നിങ്ങൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു അതാണ് നിങ്ങളുടെ കർത്താവ്. നിങ്ങൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു? യേശു അല്ലാതെ വേറെ എന്തിന് പ്രാധാന്യം കൊടുത്താലും അത് കർത്താവായി മാറും. അങ്ങനെ പല കർത്താക്കന്മാരുണ്ടെങ്കിൽ യേശു അപ്പം തന്നെ പിൻവലിയും. ഇത് അറിയാൻ പാടില്ലാത്തതാണ് സംഭവിച്ചതെങ്കിൽ നിങ്ങളിപ്പോൾ തിരുത്തണം. പ്രാർത്ഥിക്കുക. കർത്താവേ, വിശുദ്ധ തോമസ് അപ്പോസ്തലനെ പോലെ, വിശുദ്ധ പൗലോസിനെ പോലെ അങ്ങേ മാത്രം കർത്താവും രക്ഷകനുമായി ഏറ്റുപറഞ്ഞ് ആശ്രയിക്കാനുള്ള കൃപ നൽകണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വിശ്വാസം ഏറ്റുപറയാനുള്ള പരിശുദ്ധാത്മാഭിഷേകം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം കർത്താവും നീയാണെന്നേറ്റു ചൊല്ലുന്നു. എല്ലാവരും ഒരുമിച്ച് പാടുക. ഈ കുടുംബത്തിൻ്റെ ദൈവം കർത്താവും നീയാണെന്നേറ്റു ചൊല്ലുന്നു ഞങ്ങൾ. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ നിൻ മുൻപിലാവോടെ നിൽക്കൂ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയ 1.5 കൊല്ലത്തിന് മുമ്പ് ക്രിസ്ത്യാനികൾ തന്നെ കുർബാനയ്ക്ക് പോകാതെ ചായക്കട നടത്തിയിട്ടുണ്ടല്ലേ? പീടികയും നടത്തിയിട്ടുണ്ട്. പ്രാക്കപ്പെട്ടത് നിങ്ങൾ. ഇപ്പോൾ ഏത് കടയാണ് നിങ്ങൾ തുറന്നു വെച്ചിരിക്കണത്? നിങ്ങളെ കട അടപ്പിച്ച ആൾക്കാരതൊക്കെ കാണുന്നുണ്ടോ?
ആരില്ല. കൊറോണ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റാത്ത സാധനത്തിനാണ് നീ കടടപ്പിച്ചിരിക്കണേ. എങ്ങനെയുണ്ട് പരിപാടി? നിങ്ങൾ എത്രയോ കാലം കർത്താവിനെ വഞ്ചിച്ചവരാണ്. നിങ്ങൾക്ക് 10 പൈസ ഇപ്പോഴാണ് കച്ചവടം നടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കുർബാനയ്ക്ക് പോകാതെ ഞായറാഴ്ച വരെ വിറ്റവരാൾക്കാരാണ് ഇപ്പോഴും കടയും അടച്ചിരിക്കണതില്ലേ? നിങ്ങൾക്ക് കടമാണെന്ന് പറഞ്ഞിട്ടേ ഏത് കർത്താവ് കേൾക്കാനാ? നിങ്ങൾ കർത്താവിനെ വിറ്റതല്ല ആൾക്കാരല്ലേ? ഒരു ഞായറാഴ്ച കുർബാനയുടെ വില എന്താണെന്ന് അറിയാൻ പാടില്ലാതെ 10 പൈസ നേട്ടം ഉണ്ടാക്കാൻ പണമല്ലേ കർത്താവായപ്പോഴേ? അപ്പോൾ നിങ്ങൾക്ക് ആ കാലങ്ങളിലെല്ലാം എന്നെല്ലാം നിങ്ങൾ ദൈവത്തെ മറന്ന് പണത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ? പണം കർത്താവായിട്ടുണ്ട്. യേശു കർത്താവാണെന്ന് ആണ് അപ്പോൾ സഭയുടെ വിശ്വാസം. നിങ്ങൾ തട പറയുന്ന രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ യേശു കർത്താവാണെന്ന് പ്രഖ്യാപിക്കണം. പണമാണോ, കുഞ്ഞാണോ, ഭാര്യയാണോ, ഭർത്താവാണോ, ജോലിയാണോ? ഇപ്പം ട്യൂഷൻ എന്തുമാത്രം കുഞ്ഞുങ്ങളെ പോയിരിക്കണേ? എന്തുമാത്രം കുഞ്ഞുങ്ങൾ ട്യൂഷന് പോയിരിക്കണം? ഈ കോവിഡ് കാലത്ത് ഇപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ പഠിക്കണം, ശരി, ഓൺലൈനിൽ പരീക്ഷ. ഇനി 5 കൊല്ലം കഴിയുമ്പോൾ 2 കൊല്ലം കഴിയുമ്പോൾ കോവിഡ് കാലം കഴിയുമ്പോഴേ ഓൺലൈനിൽ പഠിച്ചവരും പരീക്ഷ എഴുതിയ ആൾക്കാരെയും ആ സർട്ടിഫിക്കറ്റിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അവിടെയാണ് പ്രശ്നം വരണത്. നിങ്ങൾ പണ്ട് കെമിസ്ട്രി ഫിസിക്സൊക്കെ പഠിക്കാൻ വേണ്ടി ഞായറാഴ്ച കുർബാന വരെ കട്ട് ചെയ്തുകൊണ്ട് മാതാപിതാക്കന്മാരെ കുഞ്ഞുങ്ങളെ ട്യൂഷൻ തള്ളിവിട്ടില്ലേ? ഇപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും തള്ളിവിടാനില്ല. തള്ളിവിട്ടേച്ച് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾ കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കയറ്റത്തില്ല. എന്താ കാര്യം? എവിടെയൊക്കെ പോയി മന്നെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതുപോലെ കുഞ്ഞുങ്ങളെ പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴ് വീട്ടിൽ പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങളെയാണല്ലോ നിങ്ങൾ തള്ളിവിട്ടത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം. ദൈവത്തിനെ മറന്നുകൊണ്ട്, വേദപാഠം മറന്നുകൊണ്ട്, ഞായറാഴ്ച കുർബാന മറന്നുകൊണ്ട്, കുഞ്ഞുങ്ങൾ കുമ്പസാരിച്ചൊന്നും നിങ്ങൾ ചോദിച്ചില്ല. നിങ്ങളിപ്പോൾ മാസ്ക് വെച്ചോ എന്ന് ചോദിക്കണില്ലേ? എത്ര മാതാപിതാക്കന്മാരെ കുഞ്ഞുങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ കുമ്പസാരിച്ചോ, നിങ്ങൾ കുർബാന സ്വീകരിച്ചിട്ടുണ്ടോ? എടാ മാസ്ക് വെച്ചാ, എടാ കൈ സാനിറ്റൈസ് ചെയ്താ. നാണമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ കർത്താവ് ആരാണ്? ആരോഗ്യമാണോ കർത്താവ്? അപ്പം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ മക്കൾ അനുദപിക്കേണ്ടി വരും. ദൈവത്തെ തള്ളിപ്പറഞ്ഞ കാലങ്ങളെ ഓർത്തുകൊണ്ട് അനുദപിക്കേണ്ടി വരും. ഒരു പരിശുദ്ധ കുർബാനയേക്കാൾ ഉപരി മാസ്കിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കാൻ ഇടയാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ആരായിരിക്കും? തീർച്ചയായിട്ടും നമുക്ക് അനുദപിക്കേണ്ടി വരും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, നിന്നെക്കാൾ ഉപരി കർത്താവായിട്ട് പണത്തെ കണ്ടിട്ടുണ്ട്, പ്രസ്ഥാനങ്ങളെ കണ്ടിട്ടുണ്ട്, കർത്താവേ എന്റെ വ്യവസായങ്ങളെയും വ്യാപാരങ്ങളെയും കണ്ടിട്ടുണ്ട്. ഞാനങ്ങനെ മറന്നു ജീവിച്ചിട്ടുണ്ട്. മാപ്പ് നൽകണമേ. എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും ഞങ്ങളിപ്പോൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളെ നീ തന്നെ അനുഗ്രഹിക്കൂ. അങ്ങേക്കു പ്രീതിതമായവ ചെയ്യുവാൻ ഞങ്ങളെ നീ തന്നെ അനുഗ്രഹിക്കൂ. അങ്ങേക്കു വേദന ചേർക്കുന്നതൊന്നുമേ ചെയ്യാതിരിക്കുവാൻ നീ തുണയ്ക്കൂ. അങ്ങേക്കു വേദന ചേർക്കുന്നതൊന്നുമേ ചെയ്യാതിരിക്കുവാൻ നീ തുണയ്ക്കൂ. യേശുവിൻ നാമമേറും ഹൃദയമേ നിന്നുമ്പിലാവോടെ നിൽപ്പൂ. യേശുവിൻ നാമമേറും ഹൃദയമേ നിന്നുമ്പിലാവോടെ നിൽപ്പൂ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനങ്ങൾ കഠിനമായി മാറുകയും, അതാണ് നമ്മുടെ വിഷയം. കർത്താവിൻ്റെ വചനങ്ങൾ കഠിനമായി മാറുന്നു. ദൈവത്തിന് ആനുകൂല്യങ്ങൾക്ക് മാത്രം വേണ്ടി അവലംബിക്കുന്നു. കർത്താവിൻ്റെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി, അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും ദൈവത്തെ അവലംബിക്കുമ്പോഴും കർത്താവിൻ്റെ വചനങ്ങളും നിത്യതയും നമുക്ക് ഒരു വിഷയമല്ലാതായി മാറുന്നുണ്ട്. എന്ന് വെച്ചാൽ
വചനത്തോട് നമുക്ക് വരാൻ സാധ്യതയുള്ളൊരു വിഷയം വചനം. നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നോ അടുത്തോ നിൽക്കുന്നെന്ന് എപ്പോഴറിയാൻ പറ്റും? വലിയ വിശ്വാസിയാകാം, പക്ഷേ ദൈവത്തോട് നമ്മൾ അകന്നോ അടുത്തോ നിൽക്കുന്നുവെന്ന് എപ്പോഴറിയാൻ പറ്റും? അതിൻ്റെ ഒരു അടയാളം കർത്താവിൻ്റെ വചനങ്ങൾ കഠിനമായി തോന്നുന്നതാണ്. കഠിനമായി തോന്നും. പത്രോസാണ് ഇതിൻ്റെ ഒരു ആൾ. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ദുഃഖാന പെരുന്നാളായത് കാരണം തോമസിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നതല്ല, വിശുദ്ധ തോമസ് ലിയായെക്കുറിച്ച്. അപ്പം ഞാൻ ഓർത്ത്, നമ്മൾ പറയുന്നതിനേക്കാളും ചിന്തിക്കുന്നതിനേക്കാളും എത്രയോ വലിയൊരു ഇൻറ്റിമസി, എത്രയോ വലിയൊരു ആത്മബന്ധം ഈ സെൻറ്റ് തോമസിന് മറ്റപ്പോസ്റ്റലന്മാരെക്കാൾ ഈശോനോടുണ്ടായിരുന്നു. തോമസാണ് ഇപ്പം ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ, ഇത് കഠിനമായ വചനങ്ങളെ വളരെ ലഘുവായി അനുഭവിച്ച ആളാണ്. ഈശോ പറഞ്ഞെന്താ? അതായത് കഠിനമായ വചനങ്ങളെ കഠിനമായി അനുഭവിച്ചൊരു കാലം പത്രോസിനുണ്ടായിരുന്നു. കഠിനമായ വചനങ്ങളെ കഠിനമായി അനുഭവിച്ച ഒരു കാലം പത്രോസിനുണ്ടായിരുന്നു. കഠിനമായ വചനങ്ങളെ കഠിനമായി അനുഭവിച്ച കാലം പത്രോസിൻ്റെ ആ കാലത്ത് തന്നെയാണ് കഠിനമായ വചനങ്ങളെ വളരെ ലഘുവായി അനുഭവിച്ച ഒരാളാണ് സെൻറ്റ് തോമസ്. ഇപ്പം സെൻറ്റ് തോമസിൻ്റെ ഒരു വാക്ക് ചില സമയത്തിന് ഓർക്കുകയും, അതായത് സെൻറ്റ് തോമസിന് എത്രയോ വർഷം കഴിഞ്ഞാണ് പൗലോസ് മാനസാന്തരപ്പെട്ടിട്ട് പൗലോസ് വചനം പ്രഘോഷിക്കാൻ തിമോത്തിയുമായിട്ട് ഇറങ്ങുമ്പോഴേ തിമോത്തിക്ക് റിമൈൻഡർ കൊടുക്കുന്നുണ്ട്. തിമോത്തി, പണ്ട് തോമസ് അപ്പോസ്തലൻ പറഞ്ഞൊരു വചനമുണ്ട്, നീ അത് ഓർക്കണമെന്ന് പറയും. കാര്യം ഈ വചനം നീ ഓർക്കണം. ഇപ്പം 2 തിമോത്തി ഇല്ലേ? 2 തിമോത്തി 2:11 ഒരു വചനമില്ലേ? 2 തിമോത്തി 2:11. എന്താ പൗലോസ് പറയണത്? ഈ വചനം നീ ഓർക്കണം. എന്താണ് ഓർക്കണം വെച്ച് കഴിഞ്ഞാൽ അർത്ഥമാണ്, ഈ വചനം നേരത്തെ പറയപ്പെട്ട വചനമാണത്. അതൊരു ബിഷപ്പ് എന്ന രീതിയിൽ നീ ഓർക്കണമെന്നാണ് പറയണത് തിമോത്തിയോട്. എന്താണ് ഓർക്കണത്? യേശുവിൻ്റെ കൂടെ മരിച്ചാൽ യേശുവിൻ്റെ കൂടെ ജീവിക്കും. എന്നെ രസമായി വചനം കേൾക്കാൻ. ഇത് യേശുവിൻ്റെ ഈ വചനം നീ ഓർക്കണം. കർത്തൃ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്ന ഒരു വ്യക്തി ഓർക്കേണ്ട വചനം എന്താണ്? 2 തിമോത്തി 2:11. എന്താണ്? ഈ വചനം നീ ഓർക്കണം. എന്ത് വചനമാണ് നീ ഓർക്കണത്? യേശുവിൻ്റെ കൂടെ മരിച്ചാൽ യേശുവിൻ്റെ കൂടെ ജീവിക്കാം. ഈ വചനം ആരാണ് ആദ്യം പറഞ്ഞ വസ്തു പറഞ്ഞ? സെൻറ്റ് തോമസിൻ്റെ വചനമാണിത്. തോമസ് ലീഗ പറഞ്ഞ വചനമല്ലേ ഇത്? അന്ന് ലഘുവായി പറഞ്ഞ വചനമാണ്. തോമസ് ലീഗയ്ക്ക് വളരെ ലഘുവായി തോന്നിയൊരു വചനമാണത്. എന്താണ്? യേശുവിൻ്റെ കൂടെ മരിക്കുക എന്നുള്ളത്. ബ്യൂട്ടിഫുള്ളാണ്. അതായത് മരണവും സഹനവും ഒരു ശിഷ്യന് എന്ന് ലഘുവായി തോന്നണ അന്നാണ് അവൻ യേശുവിനോട് അടുത്തിരിക്കണത്. നമ്മുടെ സബ്ജക്റ്റ് എന്താ? എങ്ങനെയാണ് യേശുവിന് അകന്നിരിക്കണത്? എങ്ങനെയാണ് യേശുവിനോട് അടുത്ത് നിൽക്കണത്? അപ്പോൾ തൻ്റെ കൂടെ ആയിരിക്കാനെന്ന് പറഞ്ഞ് നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം വായിക്കുന്നുണ്ട് 3:17. ഒരു വിശ്വാസിയെ അപ്പോസ്തലനെ തിരഞ്ഞെടുക്കണം എന്തിനാണ്? തൻ്റെ കൂടെ ആയിരിക്കാനാണ്. തൻ്റെ കൂടെ ആയിരിക്കുവാനും സുവിശേഷം പ്രസംഗിക്കുവാനും തനിക്കിഷ്ടപ്പെട്ടവരെ തൻ്റെ അടുക്കലേക്ക് അവൻ വിളിച്ചു. അല്ലേ 3:17 മർക്കോസിൻ്റെ സുവിശേഷത്തിലെ. അപ്പോൾ തൻ്റെ കൂടെ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? തൻ്റെ കൂടെ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ അപ്പോസ്തലന്മാരൊക്കെ ഗോതമ്പൊക്കെ തിന്നുകൊണ്ട് കർത്താവിൻ്റെ കൂടെ സാബത്ത് ദിവസം നിയമവും തെറ്റിച്ച് നടന്ന പോലുള്ള കൂടെ ആയിരിക്കലാണോ? അല്ല. യേശു ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുക, കൂടെ അല്ലാതിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സഹന സാഹചര്യങ്ങളിൽ നീ കൈവരിക്കുന്ന നിലപാടാണ് പ്രശ്നം. അത് പനിയായിക്കൊള്ളാം, രോഗമായിക്കൊള്ളാം, ഒരുപക്ഷെ ഉറ്റവരും ഉടയവരും നിന്നെ പിന്തള്ളിയ കാര്യമാകാം. സമൂഹത്തിൽ നിനക്ക് വിലയില്ലാത്ത രീതി മറ്റുള്ളവരെല്ലാം കൊത്തുകോഴിയെപ്പോലെ നിന്നെ ഒറ്റപ്പെടുന്ന കാലം. വാട്ട് എവർ മേ ബി ദ കോസ്, വാട്ട് ഈസ് യുവർ പൊസിഷൻ? വെർ ഈസ് യുവർ പൊസിഷൻ? നിൻ്റെ കുരിശ് എന്ത് തന്നെയായാലും നീ കർത്താവിൻ്റെ കൂടെയാണോ? മനുഷ്യന്മാരുടെയൊക്കെ സ്വഭാവം അറിയാമല്ലോ.
അവർ അന്നടക്കുന്നതിന് അപ്പനെന്ന് പറഞ്ഞ പോലെ അപ്പോഴപ്പോൾ ഉള്ള കാര്യം അപ്പനാ. അത് കഴിയുമ്പോൾ അവർ കൈ ഒഴിയും. പക്ഷേ എന്ത് സഹന സാഹചര്യം വന്നാലും തോമസ് അലിയാ എന്ന് പറഞ്ഞത് ഇപ്പം 11:28 ശ്രുതിക്കട്ടെ മക്കളെ. യേശു സ്വസ്ഥം യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 11:16 നമ്മൾ വായിക്കണില്ലേ? എന്താ വായിച്ചത്? അതായത് നമുക്കും പോയി അവനോടുകൂടെ മരിക്കാം. ഈ വാക്ക് ആദ്യം പറഞ്ഞതാരാ? സെൻറ്റ് തോമസാണ്. ഈ വാക്ക് 11:16 ഈ വാക്കാണ് വർഷങ്ങൾക്ക് ശേഷം പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോട് പറയണത്. എന്താ കാര്യം? ഈ വചനം നീ ഓർക്കണം. 2 തിമോത്തി 2:11 ഈ വചനം നീ ഓർക്കണം. ഇത് മഹാമനുഷ്യൻ പറഞ്ഞൊരു വചനമാണ്. കർത്താവിൻ്റെ കൂടെ മരിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയ ചോപ്പ് നാട ബിഷപ്പിനെ പോലെ കെട്ടിയിറങ്ങിയ ഒരു മനുഷ്യനുണ്ട്, സെൻറ്റ് തോമസ്. അവൻ പണ്ട് പറഞ്ഞ വാക്കാണിത്. ഈ വചനം നീ ഓർക്കണം. എന്താണ്? കർത്താവിനോട് മരിക്കുന്നവരെ കർത്താവിൻ്റെ കൂടെ നേടും. ദൈവമേ, കർത്താവിൻ്റെ കൂടെ മരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുറിച്ചത്തേക്ക് മരിക്കുക എന്നല്ലേ അർത്ഥം. സകല സാഹചര്യങ്ങൾ വാട്ട് എവർ ഇറ്റ് കംസ്, നമ്മളത് കർത്താവിൻ്റെ നാമത്തിലെടുക്കും. അത് നമുക്ക് കഠിനമാകരുത്, കഠിനമാകില്ല, അത് ലഘുവാകും. എപ്പോഴാണ് സഹനം ലഘുവാകണത്? അതാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ കണ്ടത്. കർത്താവ് വിളിക്കണത് എങ്ങനെയാണ്? ശിഷ്യന്മാരെ മാത്രമല്ല, എല്ലാവരെയും വിളിക്കണത് എങ്ങനെയാണ്? കർത്താവ് അധ്വാനിക്കുന്നവനെ, ഭാരം വഹിക്കുന്നവനെ എൻ്റെ അടുക്കൽ വരിക. എന്തിനാണ്? എൻ്റെ ഭാരം ലഘുവാണ്, എന്നിൽ നിന്ന് പഠിക്കാനാണ്. ജീവിതത്തിൻ്റെ ഭാരവുമായിട്ട് കഴുത്ത് ഇടറി നടക്കുന്നവനെ കം ടു മീ. എന്തിനാണ് വരേണ്ടത്? ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാവുന്ന വാക്കാണ് നമ്മൾ ഉടനെ പറയണത്. താഴെ വാക്കുണ്ട് എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ. എന്താണ് ചെയ്യേണ്ടത്? എന്നിൽ നിന്ന് പഠിക്കുവിൻ. എന്താണ് പഠിക്കേണ്ടത്? ഈ പാഠം വളരെ ലഘുവാണ്, കട്ടിയല്ലെന്നാണ് പറയണത്. കട്ടിയല്ല. ഇപ്പോൾ 11, 29, 30 വായിക്കത്തില്ലേ? മത്തായി ശ്ലീഹ 11:30 എന്താണ്? എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതാണ്, ഭാരം ലഘുവാണ്. അപ്പോൾ ലഘുവാണ് ശരിക്കും. കർത്താവിൻ്റെ വചനങ്ങളെല്ലാം ലഘുവാണ്, ബേസിക്കലി ലഘുവാണത്. ചില ആൾക്കാർക്ക് അത് കഠിനമായിട്ട് തോന്നുന്നതാണ്. യു ഗോട്ട് ദ പോയിന്റ്. അധ്വാനിക്കുന്നവനും ഭാരം വഹിക്കുന്നവനും ജീവിതഭാരം പേറുന്നവന് നിൻ്റെ സഹനത്തിൻ്റെ ഭാരം എന്ത് തന്നെയായാലും വെൻ വി ടേക്ക് ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇറ്റ് വിൽ ബി ലൈറ്റ്. അതിനെന്ത് പറ്റും? അത് കർത്താവിനുള്ള സ്നേഹത്തെ പ്രതി ദൈവസ്നേഹം നിറയുമ്പോൾ നമുക്കത് കർത്താവിന് വേണ്ടിയാകുമ്പോൾ നമുക്കത് ലഘുവായി തോന്നും. യേശുക്രിസ്തുവിൻ്റെ കർത്താവിനോട് അടുക്കുന്നതും അകലുന്നതും എങ്ങനെ അറിയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, കർത്താവിനോട് നമ്മൾ അകലെ ആണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഭാരമായി തോന്നും.
കർത്താവിനോട് അടുത്താണ് നമ്മൾ, ദൈവസ്നേഹത്തിൽ ഒട്ടിയാണ് നമ്മൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ ബുദ്ധിമുട്ടുകളെ ലഘുവായി തോന്നും. ബേസിക്കലി വേർഡ് ഓഫ് ഗോഡ് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവപൈതൽ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് അറിയാവോ? വചനം ലഘുവായി ഗ്രഹിക്കാൻ എൻ്റെ അധരങ്ങളെ അഭിഷേകം ചെയ്യാൻ പ്രാർത്ഥിക്കണം. എന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഭാരപ്പെട്ട കാലങ്ങളില് അങ്ങയുടെ വചനങ്ങള് മധുരമായി തോന്നാൻ അങ്ങയുടെ വചനം നടപ്പിൽ വരുത്തുന്ന ഉത്തരവാദിത്വം ലഘുവായി തോന്നുവാൻ കർത്താവേ അഭിഷേകം ചെയ്യണമേ. വചനം ലഘുവായി അനുഭവിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, പത്രോസിന് വചനം കഠിനമായ 2 കാലങ്ങളുണ്ട്. ആ സമയത്ത് വചനം സെൻറ്റ് തോമസിന് ലഘുവായിരുന്നു. സെയിം വേർഡ് ഓഫ് ഗോഡ് ഒരു ശിഷ്യന് കഠിനവും ഒരു ശിഷ്യന് എങ്ങനെയാണ് ലഘുവാകുന്നത്? ദാറ്റ്സ് എ ഡിഫറൻസ്. അതാണ് വ്യത്യാസം. പത്രോസ് ഉദാഹരണത്തിന് നമ്മുടെ ലാസറിനെ ഉയർപ്പിക്കാൻ പോകുന്ന സമയത്ത് അപ്പോസ്തലന്മാർ പറയുന്ന, കർത്താവിനെ തടയുന്നൊരു ഭാഗമുണ്ട്. എന്താ പറയണത്? കർത്താവ് ലാസറിനെ ഉയർപ്പിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ലാസറിൻ്റെ അടുത്തേക്ക് പോകുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ അപ്പോസ്തലന്മാർ പറഞ്ഞത് എന്താണ്? ഇപ്പോൾ തന്നെ അവർ നിന്നെ കല്ലെറിയാൻ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ അവർ നിന്നെ കല്ലെറിയാൻ കാത്തു നിൽക്കുകയാണ്. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അത് ക്ലേശകാലമാണത്. കർത്താവിൻ്റെ കൂടെ പോകുന്നത് ക്ലേശകരമായിട്ട് അപ്പോസ്തലന്മാർ അനുഭവിക്കുന്ന ഒരു സമയമാണ്. നമുക്കും ദൈവത്തിൻ്റെ കൂടെ പോകുന്നത് ക്ലേശകരമായിട്ടുള്ള സമയമുണ്ടാകും. ഒത്തിരി ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് കടം മേടിച്ചെന്ന് വിചാരിച്ചോ, നമുക്ക് പണം വരികയും ചെയ്തു. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് മേടിക്കണം, TV മേടിക്കണം, അല്ലെങ്കിൽ അത് വലുതാക്കണം, അതിൻ്റെ ഇഞ്ച് കൂട്ടണം. അപ്പോൾ കടക്കാരോട് നമ്മൾ എന്ത് പറയും? അടുത്ത പ്രാവശ്യം പെൻഷൻ വരുമ്പോൾ തരാമെന്ന് പറയും. കള്ളത്തരല്ലേ അത്? നമ്മുടെ ടിവിയുടെ ബ്രിത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി, അതിൻ്റെ ഇഞ്ച് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ അരി വെക്കാനുള്ള, ഇത് കൊണ്ടുവന്നതിൻ്റെ അരി വെക്കാനുള്ളതിൻ്റെ കടം നമ്മളിവിടെ പൂത്തി വെച്ചിട്ട് നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി എടുക്കുമ്പോൾ കർത്താവിൻ്റെ വചനം നമ്മുടെ മുന്നിലുണ്ട്. നീ കാണിക്കുന്ന തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം ആ തെറ്റാണെന്ന് പറഞ്ഞ ബൈബിൾ മടച്ചു വെക്കും. ഇതാണ് സംഭവം. കഠിനം എന്ന് പറയണത് കഠിനമായിട്ടല്ല, വാസ്തവത്തിൽ ആർക്കാണ് ദൈവവചനം ആരിലേക്കാണ് വരണത് അവനെ വേണമെങ്കിൽ പിശാചെന്ന് വിളിക്കാം, നമുക്ക് ദൈവമെന്ന് വിളിക്കാം. ദൈവവചനം ആരിലേക്ക് വന്നു അവരെ ദൈവങ്ങളെന്ന് വിളിച്ചെന്ന് പറഞ്ഞ പോലെ തന്നെയുള്ള അതിൻ്റെ ഷാഡോ വേർഡാണ് ദൈവവചനം ആരിലേക്ക് വന്നു അവരെ പിശാചെന്ന് വിളിച്ചെന്ന്. എന്താ കാര്യം? ദൈവവചനം സ്വീകരിക്കാനുള്ള വ്യക്തിയുടെ റിസെപ്റ്റിവിറ്റിയാണ് പ്രോബ്ലം. വചനത്തിനല്ല പ്രശ്നം. വചനം ആര് സ്വീകരിക്കുന്നു അതാണ് വിഷയം. വചനത്തിനല്ല പ്രശ്നം. വചനം ബേസിക്കലി ലഘുവാണ്. പക്ഷെ വചനത്തോട് മൽപ്പിടുത്തം നടത്തുന്നവരെ, മല്ലടിക്കുന്നവർക്ക് വചനം കഠിനമാണ്.
ഇപ്പം യോഹന്നാൻ 6:60 വായിച്ചാൽ നമ്മൾ എന്ത് പറയും? യോഹന്നാൻ 6:60, ഈ വചനം കഠിനമാണ്. കർത്താവ് പറഞ്ഞ് ഈ എൻ്റെ ശരീരം ഭക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ മരിക്കുമെന്ന് പറയുമ്പോൾ കർത്താവിനോട് അടുപ്പമില്ലാത്തവർ അകന്ന ശിഷ്യന്മാർ പറയും ഈ വചനം കഠിനമാണ്. അത് തെറ്റല്ലേ? ഈ വചനം കഠിനമാണ് എന്ന് പറയുമ്പോൾ ആ വചനം പറയുന്നവൻ പറയുന്നു ഈ വചനം ലഘുവാണെന്ന്. അതിനെ എങ്ങനെ കഠിനമാണ്? ഇപ്പോൾ യോഹന്നാൻ 6:60 നമ്മൾ വായിക്കുന്നു ഈ വചനം കഠിനമാണ്. പക്ഷേ ആ വചനം പറഞ്ഞിരിക്കുന്ന കർത്താവ് പറയണത് 11:30 മത്തായിയുടെ സുവിശേഷത്തിൽ എന്താ പറയണത്? ഈ വചനം ലഘുവാണ്. അപ്പോൾ എന്താ പ്രശ്നം? വചനം ബേസിക്കലായിട്ട് ലഘുവാണ്. ചിലർക്കത് കഠിനമായി തോന്നുന്നത് അവരുടെ റിസെപ്റ്റിവിറ്റിയുടെ പ്രശ്നമാണ്. ദൈവവേദന ദൈവത്തിൻ്റെ അടുത്ത് എങ്ങനെ അകലെ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ വചനം എപ്പോഴാണ് നമുക്ക് ലഘുവായിട്ട് തോന്നുന്നത് അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ അടുത്തായിരിക്കും. കർത്താവിൻ്റെ വചനം എപ്പോഴാണ് നമുക്ക് ഹാർഡായിട്ട് തോന്നുന്നത് അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ അകലെയായിരിക്കും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനങ്ങളെ മരണം വരെ ലഘുവായി തോന്നി നടപ്പിൽ വരുത്തുവാൻ എനിക്ക് അഭിഷേകം നൽകണമേ, എന്നെ അനുഗ്രഹിക്കണമേ. ആത്മാവിന് നൽകണമേ. ആരാധന ഞങ്ങളെ നീ തന്നെ അനുഗ്രഹിക്കൂ. നന്ദിക്കു പ്രീതിതമായ ചെയ്യുവാൻ ഞങ്ങളെ നീ തന്നെ അനുഗ്രഹിക്കൂ. ചേർക്കുന്നതൊന്നുമേ ചെയ്യാതിരിക്കുവാൻ നീ തുണയ്ക്കൂ. അങ്ങേക്കു വേദന ചേർക്കുന്നതൊന്നുമേ ചെയ്യാതിരിക്കുവാൻ നീ തുണയ്ക്കൂ. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ പരിശുദ്ധപരമത്തിന്റെ കാരുണ്യത്തിന് പ്രിയമുള്ളവരെ, പത്രോസ് രണ്ട് സമയത്ത് സഹനത്തിൻ്റെ രണ്ട് സമയങ്ങളിൽ പത്രോസിന് വചനം കഠിനമാകുന്നുണ്ട്. അതായത് രണ്ട് സമയങ്ങളിൽ കർത്താവ് കുരിശിനെക്കുറിച്ച് പറയുന്ന സമയം, അല്ലെങ്കിൽ കർത്താവിൻ്റെ പീഡാനുഭവം. ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ പീഡാനുഭവങ്ങൾ തന്നെ മത്തായി 16:22 വചനയില്ലേ എന്താണ്? നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. അവിടെ മനുഷ്യപുത്രൻ ശത്രുക്കരങ്ങി ഏൽപ്പിക്കപ്പെടും. അവർ അവനെ പീഡിപ്പിക്കും, അവൻ മരിക്കും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുമ്പോൾ പത്രോസിന് ആ വചനം കഠിനമായി തോന്നും. പത്രോസ് എന്ത് പറയും? 16:22 ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് അർത്ഥം. ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ, സോ ദാറ്റ് വി മേ ബി ഓൾസോ സേഫ്. അതാണ് സംഭവം. ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് പറയണത്. 16:22 പത്രോസിന് ജെറുസലേം കഠിനമാകുന്നു. ജെറുസലേം മഹത്വത്തിൻ്റെ രാജ്യമാണ്, ഇല്ലേ? ദൈവം മഹത്വത്തിൻ്റെ മിസ്ഹ ഇതെല്ലാം സഹിച്ച് മഹത്വം പ്രാപിക്കുന്നത് ജെറുസലേമിൽ വെച്ചാണ്. ആ മഹത്വത്തിൻ്റെ രാജ്യം, പട്ടണം പത്രോസിന് സംഭവിക്കാൻ പറ്റാത്ത സങ്കടത്തിൻ്റെ പട്ടണമായിട്ട് അനുഭവിക്കുക. അതാണ് 16:22 പറയണത്. ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. ഈ പത്രോസ് തന്നെയാണ് 11:12 ഇപ്പോൾ മത്തായി ശ്ലീഹായുടെ സുവിശേഷം അല്ലേ 16:22. ഈ പത്രോസ് തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്. 11:12 എന്താ പറയണത്? ലാസ്റ്റ് ഉയർപ്പിക്കാൻ പോകുന്നെന്ന് മനസ്സിലാക്കിയപ്പോൾ പത്രോസ് പറയും, കർത്താവ് പറയും നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്. അപ്പോൾ പത്രോസ് പറയും നല്ല കാര്യം, ഉറങ്ങണവരെ കിടന്ന് ഉറങ്ങിക്കോട്ടെ, വൈ ഷുഡ് വി ഡിസ്റ്റർബ് ദം? അതാണ് പ്രശ്നം.
ഉറങ്ങണവൻ അവിടെ കിടന്നുറങ്ങട്ടെ, അവൻ ഉറങ്ങി എഴുന്നേറ്റ് സുഖം പ്രാപിച്ചോളും. നമുക്ക് അങ്ങോട്ട് പോകണം, ഒരു പ്രശ്നവുമില്ല. വൈ ഷുഡ് വി ഡിസ്റ്റർബ് ദം? നമ്മൾ എന്തിനാണ് ഉറങ്ങണവരെ ശല്യപ്പെടുത്തുന്നത്? അതാണ് 11:12 അവിടെയും കർത്താവിൻ്റെ കൂടെ പോകാൻ പത്രോസ് തയ്യാറല്ല. കാര്യം എന്താണ്? ജീവിതാനുഭവങ്ങൾ കഠിനമായി വരുന്നു. അപ്പോൾ പത്രോസിന് പല കാലങ്ങളിലും വചനം കഠിനമായിട്ടുണ്ട്. അന്ന് സെൻറ് തോമസിന് വചനം ലഘുവായിരുന്നു. അവിടെയാണ് പ്രശ്നം വരണത്. പത്രോസിന് വചനം കഠിനമായിരുന്ന കാലത്ത് സെൻറ് തോമസിന് വചനം ലഘുവായിരുന്നു. ഉറങ്ങുകയാണെങ്കിൽ അവൻ ഉറന്നോട്ടെ, സുഖം പ്രാപിച്ചോളൂല്ലോ, വൈ ഷുഡ് വി ഷുഡ് ഡിസ്റ്റർബ് ദം എന്ന് പറഞ്ഞുകൊണ്ട് പിൻകാലിട്ടിടിച്ച് നിൽക്കുന്ന വചനം കഠിനമായ ഒരു കാലത്ത് സെൻറ് തോമസിന് ആ വചനം ലഘുവായിരുന്നു. സെൻറ് തോമസ് എന്ത് പറഞ്ഞു? ലെറ്റ്സ് ഗോ ആൻഡ് ഡൈ വിത്ത് ഹിം. നമുക്കും പോയി അവൻ്റെ കൂടെ മരിക്കാം. എന്താണ്? അവന് വചനം ലഘുവായി. അവന് എങ്ങനെയാണ് വചനം ലഘുവായത്? ഇപ്പം നമുക്കും പോയി അവൻ്റെ കൂടെ 11:28 വായിക്കണില്ലേ നമ്മൾക്ക്? യോഹന്നാൻ്റെ സുവിശേഷം 11:28 നമുക്കും പോയി അവൻ്റെ കൂടെ മരിക്കാം എന്ന് പറഞ്ഞപ്പോൾ വചനം പത്രോസിന് കഠിനമായിരുന്നു. നിനക്ക് അതായത് അത് സെൻറ് തോമസിന് അത് ലഘുവായി. എന്തുകൊണ്ടാണ് ലഘുവായത്? എന്തുകൊണ്ടാണ് സെൻറ് തോമസിന് കർത്താവിൻ്റെ വചനം നമുക്കും പോയി അവനോട് മരിക്കാമെന്ന് പറഞ്ഞ വചനം ലഘുവാകാൻ കാരണം എന്താണ്? 2 തിമോത്തി 2:11 എന്താണ്? കർത്താവിൻ്റെ കൂടെ മരിക്കുന്നവരെ കർത്താവിൻ്റെ കൂടെ നേടും. ശ്രുതികട ഹല്ലേലൂയ, യേശു ഹല്ലേലൂയ. ഞങ്ങളും അവനോടുകൂടി ജീവിച്ച് അവനോടുകൂടി മരിക്കുവാനുള്ള നൽകണമേ. അപ്പൊ സെൻറ് തോമസിന് ആ അഭിഷേകം ഉണ്ടായിരുന്ന, എന്താണ് അഭിഷേകം ഉണ്ടായിരുന്നത്? കർത്താവിൻ്റെ കൂടെ മരിക്കുന്നവരെ കർത്താവിൻ്റെ കൂടെ ഉയർത്തെഴുന്നേൽക്കുമെന്ന നിത്യജീവനെക്കുറിച്ചുള്ള കോൺസെപ്റ്റാണത്. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ നിത്യജീവനെക്കുറിച്ച് ബൈബിളിൽ ചിന്തിച്ചിട്ടുള്ള ഫസ്റ്റ് ഈക്വൽസ്. നമ്മൾ ഫസ്റ്റ് ഈക്വൽസ് എന്ന് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് പോപ്പിനെ കുറിച്ചാണ് പറയണത് സഭയിൽ, അല്ലേ? പത്രോസിനെ കുറിച്ച് തുല്യന്മാരിൽ ആദ്യത്തേവൻ. പക്ഷേ ചില കോൺസെപ്റ്റ് ബേസ് സെൻറ് തോമസ് ആണ് ഫസ്റ്റ് ഈക്വൽ. തുല്യന്മാരിൽ പ്രത്യേകിച്ച് നിത്യതയെക്കുറിച്ചുള്ള കോൺസെപ്റ്റില്ലേ. ഇപ്പം നമുക്കും പോയി അവനോട് മരിക്കാമെന്ന് പറഞ്ഞില്ലേ? അപ്പം തിമോത്തി എന്താ പറയണത്? ഈ വചനം മറക്കരുതേ. പൗലോസ് പറയും തിമോത്തിയോട്, ഈ വചനം മറക്കരുത്, നമുക്കും പോയി അവനോട് മരിക്കാവുന്ന വചനം മറക്കരുത്. എന്താ കാരണം? അതിൽ നിത്യജീവനുണ്ട്. നിങ്ങൾ ദൈവവചനം അന്വേഷിക്കുന്നു, അതിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾക്കറിയാം. പരിസേയരോട് കർത്താവ് പറഞ്ഞ വാക്കാണത്. ദൈവവചനത്തിലെ മനുഷ്യൻ എന്താണ് അന്വേഷിക്കണത്? കഞ്ഞി, കാപ്പി, കല്യാണം, കുഞ്ഞുങ്ങൾ, നോൺസെൻസ്. പിന്നെന്താണ് അന്വേഷിക്കണത്? എന്താണ്? നിത്യജീവൻ. ദൈവവചനത്തില് നിത്യജീവനുണ്ടെന്ന് ആദ്യം കണ്ടെത്തിയ മനുഷ്യനാരാണ്? സെൻറ് തോമസ്. അവൻ പറഞ്ഞു നമുക്ക് അവൻ്റെ കൂടെ പോയി മരിക്കാം. കാരണം എന്താണ്? അവൻ്റെ കൂടെ മരിച്ചാൽ അവൻ്റെ കൂടെ ഉയർത്തു നിൽക്കും. ശ്രുതികടേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിന്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങേക്കു പ്രീതിതമായവ ചെയ്യുവാൻ ഞങ്ങളെ നീ തന്നെ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, നിത്യജീവനെ കുറിച്ച് ഏറ്റവും കൂടുതൽ വെളിപാട് ലഭിച്ച ഒരാളാണ് സെന്റ് തോമസ്. എന്തുമാത്രം സെന്റ് തോമസിന് നിത്യജീവനെക്കുറിച്ച് വെളിപാട് ലഭിക്കുന്നുവോ അത്രയും കർത്താവിനോട് അവൻ ഇൻറ്റിമസി ആയിരിക്കും. പക്ഷേ പ്രകടമായിട്ട് ഇൻഡിഫറൻസാണ്. മനസ്സിലായോ? എന്തുമാത്രം ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ നിത്യജീവന് വേണ്ടി മാത്രം അന്വേഷിക്കുന്നുവോ, ഈസ് ദ മോസ്റ്റ് ഇൻറ്റിമേറ്റ് മാൻ ആൻഡ് മോസ്റ്റ് ഇൻറ്റിമേറ്റ് വുമൺ. അവളാണ് കർത്താവിനോട് ഏറ്റവും ഇൻറ്റിമസിയുള്ള ആൾ. അവനാണ് കർത്താവിനോട് ഏറ്റവും ഇൻറ്റിമസിയുള്ള ആൾ. പക്ഷേ നമ്മുടെ ജീവിതാനുഭവങ്ങളിലെ ദൈവം നമ്മളോട് മോസ്റ്റ് ഇൻഡിഫറൻ്റ് ആയിരിക്കും. ദിസ് ഈസ് സെന്റ് തോമസ് എക്സ്പീരിയൻസ്. എന്താണ്? ഏറ്റവും കൂടുതൽ ഇൻറ്റിമസി ഉണ്ടായിരുന്ന ആളാണ്. ലെറ്റ് us go and die with him. അവനോട് മരിക്കാമെന്നല്ലേ പറഞ്ഞത്? അപ്പം എന്തൊരു ഇൻറ്റിമസി ആയിരിക്കും. അവൻ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നിന്നിട്ട് കാര്യമില്ല എന്ന് പറയുന്നൊരു വശമാണതല്ലേ. അവനുണ്ടെങ്കിൽ നമ്മളുണ്ട്, അവനില്ലെങ്കിൽ നമ്മളില്ല. അവന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. നമുക്കും വേണ്ടി നമുക്ക് പോയി അവൻ്റെ കൂടെ മരിക്കാം. ഇൻറ്റിമസിയാണ് ഇപ്പോൾ സംഭവം. കർത്താവിനെ ഇട്ടിട്ട് ഒരു സ്വന്തം നിലനിൽപ്പ് അവനൊരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. ഇന്ന് സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയാണ് കർത്താവിനെ പലരും ആശ്രയിക്കുന്നത്. സത്യമാണ്. മേ ബി എ ട്രാജിക് ട്രൂത്ത്, ഒരു ദുരന്ത സത്യമാണ്. എന്താണ്? സ്വന്തം നിലനിൽപ്പ് സേഫാക്കാൻ വേണ്ടി മാത്രം കർത്താവിനെ അവലംബിക്കുന്നവരെ. സെന്റ് തോമസ് പറഞ്ഞ്, അവനില്ലെങ്കിൽ എനിക്കൊരു നിലനിൽപ്പ് അവനെ വേറിട്ട് വേണ്ട എന്ന് പറഞ്ഞ ഒരാളാണ്. ദാറ്റ് ഈസ് സ്റ്റാൻഡ്. ആ ഒരു നിലപാടാണത്. ആ ഒരു നിലപാടാണ്. അവനില്ലെങ്കിൽ എനിക്ക് അവനില്ലാത്തൊരു നിലനിൽപ്പ് വേണ്ട. ഞാൻ നിലനിൽക്കുന്നത് അവന് വേണ്ടിയാണ്. ദാറ്റ്സ് ഇൻറ്റിമസി. ഈ ഇൻറ്റിമസി ഇത്രയും ഉണ്ടായിരുന്ന മനുഷ്യൻ എന്താണ്? അവൻ്റെ കൂടെ സഹിച്ചാൽ മരിച്ചാൽ അവൻ്റെ കൂടെ നേടുവന്ന നിത്യജീവന് വേണ്ടിയാണ് അവൻ്റെ കൂടെ കൂടിയിരിക്കുന്നത് സെന്റ് തോമസ്. അതുകൊണ്ട് പണ്ടൊരിക്കൽ ചോദിച്ചേ, കർത്താവേ അപ്പോൾ വഴി ഞങ്ങൾക്ക് കാണിച്ച് തരണമേ, വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. Every time that man was after the eternal life, വഴി ഞങ്ങൾക്ക് കാണിച്ചത്. നിൻ്റെ കൂടെ കൂടിയത് അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ ബാക്കി കഷ്ണം കഴിക്കാനല്ല. നിൻ്റെ കൂടെ കൂടിയത് കാനായി വെള്ളം വീഞ്ഞാക്കിയപ്പോൾ അതിൻ്റെ ഒരു ഗ്ലാസ് കഴിക്കാനല്ല, വഴി കാണാൻ വേണ്ടിയാണ്. എൻ്റെ പ്രശ്നം അതാണ്. ജീസസ്, ഐ ഹാവ് നോ വേ, ഐ എം നോട്ട് സീയിങ് എനിവേ. എൻ്റെ വഴി ഞാൻ കാണുന്നില്ല എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ഈശോ പറഞ്ഞു, തോമസ്, ദാറ്റ്സ് എ കാറ്റഗോറിക്കൽ ആൻഡ് കറക്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് മൈൻഡ് ഇറ്റ്, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ലൈഫ്. നിൻ്റെ ചോദ്യമാണ്, ആരും ചോദിക്കാത്ത ചോദ്യം. അപ്പോസ്തലന്മാരെല്ലാവരും അന്വേഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി രക്തം ചിന്തായിരിക്കുന്ന ചോദ്യമാണ് തോമസ് നീ ചോദിച്ചത്. എന്താണ്? വേർ ഇസ് ദ വേ? അപ്പോൾ ഈശോ പറഞ്ഞു, മൈൻഡ് ഇറ്റ്, ഐ ആം ദ വേ. തോമസിന് അതാണ് വേണ്ടിയിരുന്നത്, വഴി ആണെന്നറിയണം കർത്താവ്. അപ്പോൾ തോമസ്, ഞാൻ വഴി മാത്രമല്ല, ഞാൻ ജീവനാണ്. തോമസ്, ഞാൻ ജീവൻ മാത്രമല്ല, ഞാൻ സത്യവുമാണ്. I am the way, the truth and life. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുവേ, നന്ദി യേശുവേ, വഴിയും സത്യവും ജീവനുമായ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. നിൻ സമാധാനം ശാന്തിയും എന്നെന്നും ഈ
കുടുംബത്തിൽ ചൊരിഞ്ഞിടേണം നിൻ സമാധാനം ശാന്തിയുമെന്നെന്നും ഈ കുടുംബത്തിൽ ചൊരിഞ്ഞിടേണം നിങ്ങളിലാരും നിന്നെ വഴിവിട്ടെന്നും ഇടയാക്കിടലേ ഞങ്ങളിലാരും നിന്നെ വഴിവിട്ടെന്നും ഇടയാക്കിടലേ യേശുവിൻ മാധുര്യം ഹൃദയമേ നിൻ മുൻപിലാദരവോടെ നിൽപ്പൂ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 14:5 യോഹന്നാന്റെ സുവിശേഷം. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, where are you going? നീ എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? പക്ഷെ പറഞ്ഞു, ഞാനാണ് വഴി. He was always seeking the eternal life in Jesus. കർത്താവിലെ അവൻ അന്വേഷിച്ചത് ഈ ഭൂമിയിലുള്ള ജീവിതമല്ല, കർത്താവിൽ അവൻ അന്വേഷിച്ചത് നിത്യതയാണ്. നിത്യത എന്ന് നീ കർത്താവിൻ്റെ വചനത്തിൽ അന്വേഷിക്കുന്നുവോ, that time onwards കർത്താവിൻ്റെ വചനങ്ങൾ നിനക്ക് ലഘുവായി മാറും. അങ്ങനെയാണ് കഠിനവും ലഘുവും ഉണ്ടാകുന്നത്. എന്നാണ് കർത്താവിൻ്റെ വചനങ്ങളിൽ നീ നിത്യത അന്വേഷിക്കുന്നത്? എന്നാണ് കർത്താവിൻ്റെ വചനങ്ങളിൽ നീ ഭൗമികമായ കാര്യങ്ങൾ അന്വേഷിക്കാത്തത്? അന്ന് കർത്താവിൻ്റെ വചനങ്ങൾ നിനക്ക് ലഘുവായി മാറും. ഈ ഭൂമിയുടെ കാര്യങ്ങൾ മാത്രമാണ് നീ കർത്താവിൻ്റെ വചനം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഹാർഡ് ആൻഡ് ഹാർഡ് ഫോർ എവർ. നിനക്കത് എന്ന് ഹാർഡായിരിക്കും. എന്താ കാരണം? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശു ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിക്കുന്നെങ്കിൽ 1 കൊരിന്ത്യർ 15:19 എന്താണ്? നിങ്ങളെല്ലാ മനുഷ്യരെക്കാൾ ഹതഭാഗ്യരാണ്. ആരാണ് ഹതഭാഗ്യരെ? കർത്താവിന് വചനങ്ങൾ ആർക്കാണോ ഹാർഡായിട്ട് തോന്നുന്നത്, കർത്താവിൻ്റെ വചനങ്ങളിലൂടെ ആരാണോ നിത്യജീവൻ അന്വേഷിക്കാത്തത്, ഈ ജീവിതം മാത്രം അന്വേഷിക്കുന്നത്, ഫോർ ദം ദാറ്റ് ഈസ് ഹാർഡ്, അവർക്കാണത് ഹാർഡ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ലാതെ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ലാതെ, നിത്യതയ്ക്ക് വേണ്ടി അങ്ങയിലെ, നിത്യതയ്ക്ക് വേണ്ടി അങ്ങയുടെ വചനങ്ങളിലെ തിരഞ്ഞുകൊണ്ട് അങ്ങയുടെ വചനങ്ങളെ ലഘുവാക്കുവാൻ എന്നെ തോമസിനെ പോലെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.